അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 4-5 പൈപ്പ് എടുത്ത് ക്ലോസർ ലൈനാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് ഇവിടെ ഒരു മെയിൻ ഹോളും കൂടെ കൊടുത്തതിന് ശേഷം ഇതെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 2 ഇഞ്ച് ഈ 4 ഇഞ്ചിൻ്റെ മുകളിൽ കൂടെയാണ് 2 ഇഞ്ച് പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കണക്ട് ചെയ്ത് ഈ വഴി ഈ ഒരു ഭാഗത്തായിട്ടാണ് സെപ്റ്റി ടാങ്ക് വയ്ക്കുന്നത്. വളരെയധികം വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു ഭാഗത്ത് ഡ്രൈനേജ് കൊണ്ടുണ്ട്. അപ്പോൾ അത് ഒരു വൈ കണക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പൈപ്പ് ഇടേണ്ട ഭാഗത്തായിട്ട് നോക്കിയപ്പോൾ നല്ല രീതിക്ക് തന്നെ അതൊരു 6 ഇഞ്ചിൽ കൂടുതൽ കോൺക്രീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ കോൺക്രീറ്റ് അടിച്ച് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ സൈഡിൽ കൂടെ മാത്രമേ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇപ്പുറത്തായിട്ട് ഒരു വേസ്റ്റിൻ്റെ കുഴി കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ആ കോൺക്രീറ്റ് ഫുള്ള് പൊട്ടിച്ചതിന് ശേഷമാണ് 4 ഇഞ്ച് പൈപ്പ് ഇടുന്നത്. അപ്പോൾ ഡ്രൈനേജ് മുഴുവനായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കണക്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ടാണ് സെപ്റ്റി ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഡ്രൈനേജ് ലൈന് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ സെപ്റ്റി ടാങ്ക് വയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലെവൽ അറിയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈന് കൊണ്ടുവന്നിട്ട് ഇതിൽ നിന്ന് സെപ്റ്റി ടാങ്കിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ടത്. ഇത് നിർബന്ധമായും കോൺക്രീറ്റ് ചെയ്യേണ്ടതാണ്. കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സെപ്റ്റി ടാങ്കിൻ്റെ മെഷർമെൻറ്റ് എടുത്തപ്പോൾ നമുക്ക് 80 സെൻറ്റിമീറ്റർ സെപ്റ്റി ടാങ്കിൻ്റെ മെഷർമെൻറ്റ് ഉണ്ട്. അതിൽ നിന്ന് നമുക്കൊരു 10 സെൻറ്റി 4 ഇഞ്ച് കൂടി കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 90 സെൻറ്റിമീറ്റർ താഴേക്ക് താക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മണ്ണ് എടുത്തതിന് ശേഷം, മണ്ണെന്ന് പറയുമ്പോൾ മണലാണ് അതിനടിയിൽ വരുന്നത്. അപ്പോൾ ആ മണൽ കോരി മാറ്റിയതിന് ശേഷം വെള്ളവും കൂടെ കോരി മാറ്റി നമ്മൾ ഈ ഒരു ഇതിലാണ്ട് വെള്ളം ചേർക്കാതെ, അതായത് മണ്ണും പൊടിയും ഇട്ട് മെറ്റലും ആ ഒരു രൂപത്തിൽ മിക്സ് ചെയ്തെടുത്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. കാരണം അതിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ രൂപത്തിൽ ചെയ്താൽ മാത്രമേ അവിടെ ആ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 സൈഡും ലെവലായിരിക്കണം, ഒരേ ലെവൽ തന്നെ. പിന്നെ അവിടെ നിന്ന്, അതായത് നീളത്തിലുള്ള ഭാഗം 1 മീറ്റർ, അതായത് 1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ സ്ലോപ്പ് എന്ന കണക്കിൽ ചെറിയ രീതിയിൽ സ്ലോപ്പ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ലെവൽ കറക്റ്റ് ലെവലായിരിക്കണം, മട്ടമായിരിക്കണം. അതായത് ആ ഒരു കുഴിയുടെ അപ്പുറം 2 സൈഡും വരുന്ന ആ ഒരു ഭാഗം, ചെറിയ ഭാഗം കറക്റ്റ് ലെവലായിരിക്കണം. സെപ്റ്റി ടാങ്ക് ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഇത് കറക്റ്റ് വാട്ടർ ലെവൽ നിൽക്കത്തില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ കറക്റ്റ് മട്ടമായിരിക്കണം. അവിടെ നിന്ന് തിരിച്ചുള്ള ഭാഗത്തേക്ക് സ്ലോപ്പ് കറക്റ്റ് ഒരു ചെറിയൊരു സ്ലോപ്പ് കൊടുത്തു വരേണ്ടതാണ്. അപ്പോൾ നമ്മളിത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് അന്ന് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും സെപ്റ്റി ടാങ്ക് വെക്കേണ്ടത്. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണിലോട്ട്, അതായത് ആ വെള്ളം ഇത് കോൺക്രീറ്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് വെക്കാൻ സാധിക്കില്ല. ആയി കഴിഞ്ഞാൽ ഇത് താഴോട്ട് ആ ലെവൽ വ്യത്യാസം വരികയും താഴോട്ട് പോവുകയും ചെയ്യും. ഒന്നാമത് വെള്ളക്കെട്ടുള്ള സ്ഥലം കൂടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമായിരിക്കണം ഇത് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പ് ലൈൻ ഇറക്കിയിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന ലൈനിൻ്റെ ആ ഒരു ഭാഗത്ത്, അതായത് ഫിറ്റിങ്സ് വരുന്ന ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്യുക. അതായത് ഓരോ മീറ്റർ, ഒരു 3 മീറ്റർ നീളത്തിലുള്ള പൈപ്പാണെങ്കിൽ ഒരു 3 മീറ്റർ ഗ്യാപ്പിലെങ്കിലും കോൺക്രീറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് കൂടുതലും ഈ മണൽ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് കാലക്രമേണ എന്തെങ്കിലും അതായത് വെള്ളം വന്നിട്ട് മണ്ണ് താഴോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പൈപ്പിൽ ലോഡ് കയറിയും പൈപ്പ് ഫിറ്റിങ്സ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു മാൻ ഹോളിൻ്റെ സൈഡിൽ എല്ലായിടത്തും നമ്മൾ നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ദിവസമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും തലേദിവസം മഴ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്തപ്പോൾ സെറ്റായിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സെപ്റ്റി ടാങ്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവച്ച് പതുക്കെ സെപ്റ്റി ടാങ്ക് ഇറക്കി അതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ കണക്ട് ചെയ്യുക. അതിൻ്റെ അടിയിൽ വേറെ അതിൻ്റെ അടിയിലുള്ള സർഫസിന് കല്ല് അങ്ങനെ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ഇതിൽ ഇനിയിപ്പോൾ നേരെ ഇത് കണക്ട് ചെയ്യുകയാണ്. ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഭാഗത്തായിട്ട് ഒരു സോക്ക് പിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോക്ക് പിറ്റ് റിങ് ഇറക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ സെപ്റ്റി ടാങ്കിൽ വെള്ളം നിറയ്ക്കുക. മണ്ണിടുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായും വെള്ളം നിറയ്ക്കുക. വെള്ളം നിറയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോക്ക് പിറ്റിൽ കൂടെ പോകുന്ന രീതിയിൽ വെള്ളം നിറയ്ക്കുക. അതിനുശേഷം നമ്മൾ രണ്ട് സൈഡിലും മണ്ണ് ഫില്ല് ചെയ്യുക. ഇവിടെ മണലുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് സൈഡിലും നമ്മൾ മണലാണ് ഫില്ല് ചെയ്യുന്നത്. മണൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ കുറച്ച് പൊള്ളയായ കുറേ വശങ്ങളുണ്ട്. ആ വശങ്ങളിലേക്ക് മണ്ണ് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ എല്ലാ സൈഡിലും മണ്ണ്, അതായത് മാൻഹോളിൻ്റെ കവറ് മുകളിൽ വരത്തക്ക വിധം എല്ലാ സൈഡിലും മണ്ണിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സോക്ക് പിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ലെവലിൽ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സോക്ക് പിറ്റ് അവർ റിങ് ഇറക്കേണ്ട ആൾക്കാർ വന്ന് റിങ് ഇറക്കിയതിന് ശേഷം നമുക്ക് സോക്ക് പില്ലിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സോക്ക് പിന്നെല്ലാം കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഏകദേശ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വർക്ക് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക്